മറ്റൂർ ഇടവക വിശ്വാസികളോടാണ്. മറ്റൂർ ഇടവകയിൽ ഇന്ന് വൈകുന്നേരം ഒരു യോഗം നടക്കുന്നതായി അറിഞ്ഞു. മഞ്ഞളി അച്ഛന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനല്ലേ? അവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം കുർബാന തർക്കവുമായി നടന്നുവെന്ന് പറയുന്ന സംഭവത്തിന്റെ സത്യാവസ്ഥ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? എങ്കിൽ എന്തിന് ഇടവകയിലെ സ്വന്തം പാവപ്പെട്ട സഹോദരങ്ങളെ ഒറ്റുകൊടുക്കുന്നു? ഒരു ധ്യാന ഗുരുവിന് ചേരുന്ന പ്രവർത്തികളാണോ മഞ്ഞളി അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്? സംഭവ ദിവസം വൈകുന്നേരം നടന്ന പ്രതിഷേധ പരിപാടിയിൽ ഇടവകയിൽ നിന്നുള്ളവർ ഭൂരിപക്ഷവും പങ്കെടുക്കാതിരുന്നത് അച്ഛന്റെ തനി സ്വഭാവം അറിയാവുന്നതുകൊണ്ടായിരുന്നില്ലേ? 2 മാസം മുൻപ് ഇതേ പള്ളിയിൽ വെച്ച് ഈ അച്ഛൻ ഒരു കുട്ടിയുടെ കഴുത്തിൽ പിടിച്ചു ഞെക്കി, നഖം കൊണ്ട് മുറിഞ്ഞു, രക്തമൊലിച്ചു. മാതാപിതാക്കൾ, അയൽവാസികൾ എത്തി അച്ഛനെ ചോദ്യം ചെയ്തത് അറിഞ്ഞിരുന്നില്ലേ? അവരോട് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ അച്ഛൻ തട്ടിക്കേറിയത് അറിഞ്ഞിരുന്നില്ലേ? അവസാനം ചൈൽഡ് ലൈൻ വഴി പരാതി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തെറ്റു പറഞ്ഞ് തടി തപ്പിയത് നിങ്ങൾക്കറിയില്ലേ? ആ സംഭവം ബാലപീഡനമാണോ? അന്നൊന്നുമില്ലാത്ത വികാരം ഇപ്പോൾ കാണിക്കുന്നവർ സ്വന്തം മക്കളോട് ചെയ്യുന്ന വഞ്ചനയല്ലേ? ചിന്തിക്കുക. പ്രമുഖ ധ്യാനഗുരു സ്വർണ്ണക്കടത്ത് മുതൽ ചിറ്റൂർ ധ്യാന കേന്ദ്രവുമായി പാതിരാത്രിയിൽ പെരുമഴയത്ത് വരെ മീറ്റു വിഷയത്തിൽ ഉൾപ്പെട്ട വ്യക്തിയാണെന്ന് അറിയില്ലേ? ഒന്നോർക്കുക, ഇടവകയിലെ സ്വന്തം സഹോദരങ്ങളായ വിശ്വാസികളെ കേസിൽ കൊടുക്കുവാൻ ചിലപ്പോൾ സ്വാധീനം കൊണ്ട് സാധിച്ചേക്കും. സ്വർണ്ണക്കടത്ത് കേസിൽ നിന്നും എളുപ്പത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നവർക്ക് ഇതൊക്കെ നിസ്സാരമല്ലേ? പക്ഷേ ഈ നിസ്സാര കാര്യത്തിൽ നിന്നും ലോകം അറിയുകയാണ് മഞ്ഞളിയച്ഛൻ എന്ന ധ്യാന ഗുരുവിന്റെ കപട മുഖംമൂടി അത് പിച്ചു ചീന്തും, അതുറപ്പാണ്. നിന്നെ പോലെ നിന്റെ അയൽവാസിയെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നവർ ഇപ്പോൾ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് സ്വയം ചിന്തിക്കുക. കാരണം അച്ഛന് സ്ഥലം മാറിപ്പോകും. നാട്ടുകാർ അവിടെ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ? നന്നായി ചിന്തിക്കുക. പിന്നീട് കുറ്റബോധം ഉണ്ടാകരുത്.